قال الإمام أبو بكر بن أبي داود رحمه الله: ولا تكفرن أهل الصلاة وإن عصوا فكلهم يعصي وذو العرش يصفح. ولا تعتقد رأي الخوارج إنه مقال لمن يهواه يردي ويفضح. ولا تك مرجيا لعوبا بدينه ألا إنما المرجي بالدين يمزح. وقل إنما الإيمان قول ونية وفعل على قول النبي مصرح. وينقص طورا بالمعاصي وتارة بطاعته ينمى وفي الوزن يرجح. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل فيها لأحد شيئا. اللهم إنا نعوذ بك من يوم السوء ومن ليلة السوء ومن ساعة السوء ومن صاحب السوء ومن جار السوء في دار المقامة. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇമാം അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഹായിയ എന്ന കവിതയുടെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇമാം ഈ കവിതയിലൂടെ പറയുന്നു: വലാ തുക്ഫിറൻ അഹ്ലസ് സ്വലാത്തി വഇൻ അസൗ ഫകുല്ലുഹും യഅസി വദുൽ അർശി യസ്ഫഹു. അഹ്ലുസുന്നത്തിന്റെ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. തക്ഫീറുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. അഥവാ കാഫിറാണെന്ന് ഒരു കൂട്ടരെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വിധിക്കുന്നത് സംബന്ധിച്ചുള്ള അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. വലാ തുക്ഫിറൻ, നീ കാഫിർ എന്ന് വിധിക്കരുത്, കാഫിർ എന്ന് പറയരുത്. അഹ്ലസ് സ്വലാത്തി, നിസ്കരിക്കുന്നവരെ, വഇൻ അസൗ, അവർ മഅസിയത്തുകൾ, തെറ്റുകൾ, തിന്മകൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഫകുല്ലുഹും യഅസി, കാരണം മനുഷ്യർ തെറ്റു ചെയ്യുന്നു, വദുൽ അർശി യസ്ഫഹു, വദുൽ അർശ്, അർശിന്റെ ഉടയവനായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു. തക്ഫീർ എന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. തക്ഫീർ ചെയ്യുക, കാഫിർ എന്ന് വിധിക്കുക എന്നത്. അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിർ എന്ന് വിശേഷിപ്പിച്ചവരെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുക നിർബന്ധമാണ്. യഹൂദികൾ, നസ്രാനികൾ, മുശ്രിക്കുകൾ, ഇവരെല്ലാം കുഫറുകൾ, അവർ കുഫറിലാണ്, അവരെല്ലാം കാഫറുകളാണ് എന്ന് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കുക മുസ്ലിമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ്. അത് വിശ്വസിച്ചില്ല എങ്കിൽ വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ പുറത്തു പോകും. മല്ലം യുകഫിറുൽ കാഫിർ ഫഹുവ കാഫിർ, കാഫിറിനെ കാഫിർ എന്ന് വിധിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതേസമയം പല ആളുകൾക്കും എന്നാൽ ഈ കാലത്ത് ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ച ധാരാളം ആളുകളുണ്ട്. അഥവാ കുഫറിന്റെ മില്ലത്തുകളിൽ വിശ്വസിക്കുന്ന സ്വയം മുസ്ലിമീങ്ങളാണെന്ന് അവർ പറയുന്നില്ല,
ഞാൻ മുസ്ലിമാണെന്ന് അവർ പറയില്ല. അവൻ പറയുന്നത് ഞാൻ ഇന്ന മതക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ നിരീശ്വരവാദിയാണ് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവരെ പോലും കാഫർ എന്ന് പറഞ്ഞുകൂടാ എന്ന അങ്ങേയറ്റം പിഴച്ച ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്ന പലരുമുണ്ട്. സഹോദരങ്ങൾ, വളരെ അപകടകരമായ കാര്യമാണ്. അഥവാ അള്ളാഹു അവന്റെ റസൂലും കാഫർ എന്ന് വിധിച്ചവരെ കാഫർ എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ മുസ്ലിം ഇസ്ലാം എന്ന് പുറത്തു പോകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന് കിതാബുകൾ അവതരിപ്പിച്ചോ, എന്തിനവന്റെ റസൂലുകളെ നിയോഗിച്ചോ, അതിനൊക്കെ ബാത്തിലാക്കി കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന വാദമാണത്. അതേസമയം ഇവിടെ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? അഹ്ലസ്സലാഹ്, നിസ്കരിക്കുന്ന ആളുകളെ അഥവാ മുസ്ലിമീങ്ങളെ, അവരുടെ മഅസിയത്തിന്റെ പേരിൽ, അവരുടെ ശിർക്കല്ലാത്ത തിന്മകളുടെ പേരിൽ, അവരുടെ ശിർക്കിന് താഴെയുള്ള തിന്മകളുടെ പേരിൽ നീ അവരെന്തു പറയരുത്? കാഫർ എന്ന് വിധിക്കുക പാടില്ല. മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നു, അള്ളാഹു പുറത്തു കൊടുക്കുന്നു. മനുഷ്യർ തിന്മകൾ ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. ഈ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ മക്കളെല്ലാം, മനുഷ്യരെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാണ്, അബദ്ധങ്ങൾ ധാരാളമായി സംഭവിക്കുന്നവരാണ്. വ ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. തിന്മകൾ, തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ്? തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതെങ്കിലും തിന്മ പ്രവർത്തിച്ചതിന്റെ പേരിൽ ആ തിന്മയെ ഹലാലാണെന്ന് വാദിക്കാത്തിടത്തോളം അവൻ ഇസ്ലാം നിന്ന് പുറത്തു പോവുകയില്ല. നോക്കൂ നിങ്ങൾ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ രണ്ട് തെറ്റായ ധാരണകൾ ആളുകൾക്ക് വന്നേക്കും. ഒന്ന്, ആ തിന്മയുടെ പേരിൽ ആളുകളെ കാഫറാക്കുക. മറ്റൊന്ന്, സുബ്ഹാനല്ലാഹ്, ഇത് വളരെ ഈ കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ഇന്ന് തിന്മ ചെയ്താൽ ഒരാൾ കാഫറല്ല, ഇന്ന തിന്മ ചെയ്താൽ ഒരാൾ കാഫറല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തിന്മയെ നിസാരവൽക്കരിക്കാനല്ല, അതൊക്കെ നിസാരമാണ് എന്ന് പറയാനല്ല. മറിച്ച് തിന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ അതെല്ലാം അപകടകരമാണ്. കാരണം ഒരു തിന്മ അതിനേക്കാൾ വലിയ മറ്റൊരു തിന്മയിലേക്ക് കൊണ്ടുപോകും. അത് അതിനേക്കാൾ വലുതിലേക്ക്, അത് അതിനേക്കാൾ വലുതിലേക്ക്. ഇങ്ങനെ നമ്മുടെ ഈമാനിനെ അത് അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കും. നരകശിക്ഷ അനുഭവിക്കാൻ അവൻ അർഹനാണ്, അള്ളാഹു മാപ്പ് കൊടുത്തില്ല എങ്കിൽ. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഒരു മുസ്ലിമിന് തിന്മയെ നിസാരമായി കാണാൻ തോന്നുക? തിന്മയെ നിസാരമായി എന്ന് നിന്റെ മനസ്സിൽ തോന്നിയോ, നീ മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയാണ്. അള്ളാഹു ഹൃദയത്തെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചിരിക്കാം, അള്ളാഹു നിന്നെ കൈവിട്ടിരിക്കാം. ഒരിക്കലും പ്രിയമുള്ളവരെ ഒരു തിന്മയും നിസാരമായി കാണരുത്. നിഫാഖിന്റെ അടയാളമാണ്. മറിച്ച് ഒരു മുഅ്മിൻ ഒരു തിന്മയെ കാണുക തന്റെ തലക്ക് മുകളിൽ വീഴാനിരിക്കുന്ന വലിയൊരു കല്ലിനെ പോലെയാണ്. എന്നാൽ ഒരു മുനാഫിഖ് അല്ലെങ്കിൽ ഒരു ഫാജിർ ഒരു തിന്മയെ കാണുക തന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെയാണ്. എത്ര നിസാരമായിട്ടാണ് അവൻ അതിനെ തട്ടിമാറ്റുന്നത്. അങ്ങനെ ഒരിക്കലും കാണരുത്. അതുകൊണ്ട് ഇന്ന തിന്മ ചെയ്താൽ കുഫറല്ല എന്ന് പറഞ്ഞാൽ തിന്മയെ നിസാരവൽക്കരിക്കുക എന്നത് നമ്മുടെ ഉദ്ദേശമേ അല്ല. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠം അത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം എങ്കിൽ അവൻ ശിർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കേണ്ട ഉസൂലുൽ ഈമാനിൽപ്പെട്ട കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ, ഇസ്ലാമിൽ അത്രയും അറിയപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങളെ നിഷേധിക്കണം. അപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലെങ്കിൽ ചെയ്യുന്ന തിന്മയെ ഹലാലാണെന്ന് അവൻ വാദിക്കണം. മുസ്ലിമീങ്ങൾക്കൊക്കെ അറിയാവുന്ന തിന്മയാണെന്ന് അറിയാവുന്ന ഏതെങ്കിലും തിന്മയെ ഒരാൾ ഹലാലാണെന്ന് വാദിച്ചു. ഉദാഹരണത്തിന് മദ്യപാനം, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ വ്യഭിചാരം, നസ്അലുല്ലാഹൽ ആഫിയ, ഇതിനെ വല്ലതിനെയും ഒരാൾ ഹലാലാണെന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എങ്ങനെയുള്ള തിന്മകളാണത്? അതായത് അത് തിന്മയാണെന്ന് അറിയാം, മഅലൂമുൻ ബിദറൂറ, തിന്മയാണെന്ന് മുസ്ലിമീങ്ങൾക്കെല്ലാം പൊതുവെ അറിയാം, അങ്ങനെയുള്ള തിന്മകളെ. അതേസമയം ചില കാലത്ത് ചില നാട്ടിൽ ആളുകളുടെ അറിവ് കേടുകൊണ്ട്
ചിലത് തെറ്റല്ല എന്ന് ആളുകൾ ധരിച്ചേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കാലങ്ങളോളം എന്ന് മാത്രമല്ല ഇന്നും ധാരാളം മുസ്ലിമീങ്ങളുടെ ധാരണയാണ് സംഗീതം എന്നത് കുഴപ്പമില്ല എന്ന്, ഹറാമല്ല. പലരുടെയും ധാരണയാണത്. പലർക്കും അതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലായിട്ടില്ല, അവർ കേട്ടിട്ടില്ല. അതല്ലെങ്കിൽ അവർ പലരും തെറ്റിദ്ധാരണയിലാണ്. അതുകൊണ്ട് അറിവില്ലാതെ ഒരാൾ പറയണേ അതിനെന്ത് പ്രശ്നം, അതിനെന്താണ് കുഴപ്പം, കണ്ടോ ഹറാമിനെ ഹലാലാക്കി നീ കാഫിറായി പോയിരിക്കുന്നു എന്നാണോ? അല്ല, മറിച്ച് തിന്മയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു എന്ന് പൊതുവെ മുസ്ലിമീങ്ങൾക്കെല്ലാം അറിയാവുന്ന തിന്മകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതൊരു ഹലാലാണെന്ന് വാദിച്ചാൽ ഇസ്ലാം പുറത്തു പോകും. അതേസമയം ചില തിന്മകൾ ചില ആളുകൾക്ക് അത് തെറ്റാണ് എന്നതിനെ കുറിച്ചുള്ള തെളിവുകൾ ഖഫിയായിരിക്കും, അത് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവുകയില്ല, മനസ്സിലായിട്ടുണ്ടാവുകയില്ല. അതിനെക്കുറിച്ചുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാവുകയില്ല, അതേക്കുറിച്ചുള്ള തെളിവുകൾ അവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ഉള്ളപ്പോൾ ചില തിന്മകൾ ഒരാൾ ഹലാലാണെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ കാഫറാണെന്ന് വിധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞാൽ ഒരുവൻ കാഫറാണെന്ന് പറയാൻ പാടില്ല. എന്നാൽ മദ്യപാനം പോലെ വ്യഭിചാരം പോലെ ഹറാമാണ് എന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന മഅലൂമുൻ മിനദ്ദീൻ ബിദ്ദറൂറ എന്ന് പറയുന്നത് പൊതുവെ ആളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിനെ നിഷേധിച്ചാൽ അത് ഹലാലാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. അതല്ലാതെ കേവലം തിന്മകളുടെ പേരിൽ ആളുകളെ കാഫറാക്കുക പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സലാതനാ വഅകല ദബിഹതനാ വസ്തഖ്ബല ഖിബ്ലതനാ ഫഹുവൽ മുസ്ലിം ലഹു മാ ലനാ വഅലൈഹി മാ അലൈനാ. മൻ സല്ലാ സലാതനാ, ആരാണോ നമ്മുടെ നിസ്കാരം നിസ്കരിച്ചത്, വഅകല ദബിഹതനാ, നാം അറുത്തത് ഭക്ഷിച്ചത്, വസ്തഖ്ബല ഖിബ്ലതനാ, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞത്, ഫഹുവൽ മുസ്ലിം, അവനാണ് മുസ്ലിം, ലഹു മാ ലനാ വഅലൈഹി മാ അലൈനാ, നമുക്കുള്ള അവകാശങ്ങളൊക്കെ അവനുണ്ട്, നമുക്കുള്ള ബാധ്യതകളൊക്കെ അവനുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ശിർക്കല്ലാത്ത കുഫറല്ലാത്ത തിന്മകൾ ചെയ്താലും ഒരുവൻ ഈ വിശേഷണങ്ങൾ ഉള്ളവനാണ്, അവൻ മുസ്ലിമാണ്. നിസ്കരിക്കുന്നു, മുസ്ലിമീങ്ങളുടെ ഖിബ്ലയിലേക്ക് തിരിയുന്നു, മുസ്ലിമീങ്ങൾ അറുത്തത് ഭക്ഷിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് തൗബതൻ നസൂഹ. ഓ മുഅ്മിനുകളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, ആത്മാർത്ഥമായ തൗബ. അതിൽ പാപികളും പാപികളല്ലാത്തവരൊക്കെ പെട്ടു അല്ലാഹുവിന്റെ ആ വിളിയിൽ. അല്ലാഹു എന്താണ് വിളിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്നാണ്. അതുപോലെ നോക്കൂ, അല്ലാഹു ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞു, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു, മുഅ്മിനീങ്ങളിലെ രണ്ട് സംഘങ്ങൾ പരസ്പരം പോരടിച്ചാൽ, മുസ്ലിം പരസ്പരം പോരടിക്കുക, യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ തിന്മയാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹു അവർ രണ്ടു കൂട്ടരെയും വിശ്വാസികൾ എന്നാണ് വിളിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ബഖറയിൽ കൊലപാതകം നടത്തിയ ആളെ കുറിച്ച് പറഞ്ഞു അയാൾക്കുള്ളത് വധശിക്ഷയാണ്. അതേസമയം കൊല്ലപ്പെട്ട ആളുടെ വലിയകൾ അയാൾക്ക് മാപ്പ് കൊടുത്തു, അതല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി മാപ്പ് കൊടുത്തു എങ്കിൽ അള്ളാഹു ആ നിയമം വിവരിക്കുമ്പോൾ പറഞ്ഞത് കാണാം, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, തന്റെ സഹോദരനിൽ നിന്ന് ഇതുപോലെ വല്ല മാപ്പും ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഫത്തിബാഉ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, അത് നല്ല നിലക്കാണ് ചോദിച്ചു വാങ്ങേണ്ടത്, അത് വൃത്തിയായി കൊടുത്തു വിട്ടുകയും വേണം. ഇവിടെ തന്റെ സഹോദരനിൽ നിന്ന് പറഞ്ഞു. ആരെ കുറിച്ചാണ് പറയുന്നത്? കൊന്നവനെ കുറിച്ചാണ് പറയുന്നത്. മറ്റേയാളോട് തന്റെ സഹോദരനിൽ നിന്ന് അവന് മാപ്പ് ലഭിച്ചാൽ ഏത് സാഹോദര്യമാണ്? ദുനിയാവിൽ രണ്ട് സാഹോദര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് റുഖുവത്തു ബിൻ നസബ്, അഥവാ എനിക്ക് എന്റെ ഉപ്പയുടെ മകൻ എന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എന്റെ ഉപ്പയുടെ മകൻ എന്റെ ഉമ്മയുടെ മകൻ എനിക്ക് സഹോദരനാണ്. ഈ സാഹോദര്യം അത് അവൻ മുസ്ലിം ആണെങ്കിലും കാഫറാണെങ്കിലും ഏത് ദീനിലാണെങ്കിലും അവൻ എന്റെ സഹോദരനാണ്. ആ സാഹോദര്യം അത് നമുക്ക് മുറിച്ചൊഴിവാക്കാൻ സാധ്യമല്ല. നസബിലെ സാഹോദര്യം, അഥവാ ഒരുവൻ ഈ രൂപത്തിൽ ഒരാളുടെ ഉമ്മയുടെ ഉപ്പയുടെ മകനായി ജനിക്കുക, അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെയോ മാത്രം മകനായി ജനിക്കുക, സാഹോദര്യമാണ്. അത് ഏത് ദീനിലായാലും സാഹോദര്യമാണ്. രണ്ടാമത്തെ സാഹോദര്യം എന്താണ്? അൽ ഉഖുവത്തു ബിദ്ദീൻ, ദീൻ കൊണ്ടുള്ള സാഹോദര്യം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പര സഹോദരങ്ങളാണ്.
ഇതല്ലാതൊരു സാഹോദര്യം ഇല്ല. ഈ രണ്ട് സാഹോദര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കൂ, ഇവിടെ ഏത് സാഹോദര്യമാണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഏത് സാഹോദര്യമാണ് പറഞ്ഞത്? കൊലപാതകിയുടെ സഹോദര്യമാണ് പറഞ്ഞത്, മറ്റേ മാപ്പ് കൊടുത്ത ആളെ കുറിച്ച്. ഏത് സഹോദര്യമായിരിക്കും നിങ്ങൾ പറയൂ? നസബിലെ സഹോദര്യം എങ്ങനെ? ദീനിലെ സഹോദര്യമാണ് ഈ പറഞ്ഞത്. ദീനിലെ സഹോദരൻ തന്റെ സഹോദരൻ അവന് മാപ്പ് കൊടുത്താൽ, സുബ്ഹാനല്ലാഹ്, കൊലപാതകയിൽ നിന്ന് പോലും അള്ളാഹു എന്ത് ചെയ്തില്ല? ദീനിന്റെ ഉഖുവത്ത് ഇല്ലെന്ന് പറഞ്ഞില്ല. അത് എന്തിനുള്ള തെളിവാണ്? ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ മറക്കരുത്, ആ തിന്മയെ നിസാരവൽക്കരിക്കാനുള്ള തെളിവല്ല ഇത്. മറിച്ച് അവൻ കാഫറല്ല, കാഫറായിട്ടില്ല എന്നതിനുള്ള തെളിവാണ്. അവൻ കാഫറാകും എപ്പോൾ? ആ തിന്മയെ ഹലാലാണെന്ന് പറഞ്ഞാൽ കാഫറാകും, സംശയമില്ല. ഒരു ദീനിന്റെ സാഹോദര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഇത് ശിർക്കിന് താഴെയുള്ള തിന്മകൾ ചെയ്താലുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, സ്വയം മുസ്ലിമീങ്ങളല്ല എന്ന് വിളിക്കുന്നവർ, യഹൂദികൾ, നസ്രാനി, അവർ കാഫിറാണെന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമുണ്ടാകാൻ പാടില്ല. മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. പക്ഷെ അതിൽ പോലും തർക്കമുണ്ടാക്കുന്ന അങ്ങേയറ്റം പിഴച്ച വിഭാഗങ്ങൾ ഇന്നുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, പലയിടങ്ങളിലുമുണ്ട്. എന്നാൽ നോക്കൂ, പലർക്കും പല രൂപത്തിലുള്ള ഇഷ്കാലുകളും വന്നു ഭവിച്ചിട്ടുള്ളത് ഏത് കാര്യത്തിലാണ്? മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്നവർ, തങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവർ, അവരെ കാഫറാക്കുന്ന വിഷയത്തിലാണ്. നോക്കൂ, ഒരുവൻ താൻ മുസ്ലിമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം, ഷിർക്ക് അവനിൽ സംഭവിച്ചു, കുഫർ അവനിൽ സംഭവിച്ചു എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു തന്നെയാണ്. ബാക്കിയുള്ള പാപങ്ങൾ പോലെയല്ലാതെ. ഉദാഹരണത്തിന്, അള്ളാഹു അല്ലാത്തവരെ ഒരുവൻ വിളിച്ചു തേടി, അള്ളാഹു അല്ലാത്തവരോട് ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവന്റെ വിധി എന്താണ്? അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികളെ ശരിക്കും മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മൾ പറയുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല, ഒരു തെറ്റുമില്ല. നമ്മൾ എന്തു പറയുന്നു? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ കാഫിറാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ മുശ്രിക്കാണ്. ഇങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു തെറ്റുമില്ലാതെ. കാരണം അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഉമ്മത്തിന്റെ ഇജ്മാഅാണത്, മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച അഭിപ്രായമാണത്. അങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഈ തക്ഫീർ എന്ത് തക്ഫീറാണ്? ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് കാഫറാക്കുന്ന തക്ഫീർ അല്ല ഇത്. തക്ഫീർ രണ്ട് ഇനമുണ്ട്. ഒന്ന് തക്ഫീറുൻ ബിൽ മുത്ലഖ്, രണ്ട് തക്ഫീറുൻ ബിൽ മുഅയ്യൻ. ഒന്ന് ഒരു കാര്യം, ഇന്ന കാര്യം ചെയ്താൽ അവൻ കാഫറാണ്, ഇന്നത് ചെയ്യുന്നവൻ കാഫറാണ് എന്ന് പറയൽ. രണ്ടാമത്തത് ഒരാളുടെ പേരെടുത്ത്, ഇന്ന സ്ഥലത്ത് അബ്ദുള്ള എന്ന പേരിൽ ഒരാളുണ്ട്, ഇന്നയാളുടെ മകൻ ഇന്നയാൾ, അവൻ കാഫറാണ് എന്ന് പറയൽ തഈൻ ചെയ്തുള്ള തക്ഫീറാണ്. തക്ഫീർ ബിൽ മുഅയ്യൻ, വ്യക്തിയെ പേരെടുത്തു പറഞ്ഞുള്ള കാഫിറാക്കലാണ്. ഇത് രണ്ടിനും രണ്ട് വിധിവിലക്കുകളാണ് അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളത്. രണ്ടിന്റെയും നിയമങ്ങൾ ഒരുപോലെയല്ല. ഇതിന്റെ രണ്ടിന്റെയും നിയമങ്ങൾ ഒരുപോലെയല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ വാചകം അല്ലെങ്കിൽ ഇതുപോലുള്ള വാചകം ഒരു കുഴപ്പവുമില്ല പറയാൻ. ഏത്? അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും അവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവൻ കാഫിറാണ്, മുശ്രിക്കാണ്. ഒരു കുഴപ്പവുമില്ല ഇങ്ങനെ ഒരു വാചകം ഒരാൾ പറഞ്ഞാൽ. അള്ളാഹു പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഉമ്മത്തിന്റെ ഇജ്മാഅ് ഉള്ള കാര്യമാണ്. അത് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നല്ല, അത് പറയൽ നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിധിവാതകമാവും, ഇസ്ലാമിന് പുറത്തേക്ക് പോകും. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ. അതേസമയം നോക്കൂ, നിങ്ങൾ താൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അയാളിൽ ഇതുപോലുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചു, റിദ്ദത്ത് വല്ലതും സംഭവിച്ചു എങ്കിൽ അവനെ പേരെടുത്തു പറഞ്ഞ് കാഫിറാക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ അള്ളാഹുവിന്റെ ദീനിലുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ചില നടപടിക്രമങ്ങളുണ്ട്.
സഹോദരങ്ങളെ, ഇതിൽ പല രൂപത്തിൽ പല രൂപത്തിൽ പണ്ട് കാലം മുതൽ ഇക്കാലം വരെ വഴിതെറ്റിപ്പോയവരും അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചവരുമുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. നോക്കൂ, കിതാബുകളിൽ ഈ ദീൻ പഠിപ്പിക്കാൻ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകളിൽ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അഹ്കാമുർ റിദ്ദ, റിദ്ദത്തിന്റെ വിധിവിലക്കുകൾ, മുർത്തദിന്റെ വിധിവിലക്കുകൾ. എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെ ഒരു വകുപ്പുണ്ട്. ദീനിൽ നിന്ന് പുറത്തു റിദ്ദത്ത് സംഭവിക്കുക, മുർത്തദായി എന്നൊരു വകുപ്പ് ദീനിലുണ്ട്. ചില ആളുകളുടെ സംസാരം കേട്ടാൽ തോന്നും മുസ്ലിമാണെന്ന് ഒരുവൻ കേവലം അവകാശപ്പെട്ടാൽ ഒരു കാരണവശാലും പിന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അങ്ങനെയല്ല. റിദ്ദത്ത് അതിന് അതിൻ്റെതായ അഹ്കാമുകളുണ്ട്, വിധിവിലക്കുകളുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. ഒരു വ്യക്തിയെ കുറിച്ച് തക്ഫീർ ചെയ്ത് പറയണമെങ്കിൽ ഒന്ന്, പല ആളുകൾക്കും ഇതിന് വല്ലാത്ത ധൃതിയായിരിക്കും. എന്താ അയാളെ പേരെടുത്ത് പറഞ്ഞ അയാൾ കാഫറാണോ മുശ്രിക്കാണോ, നിങ്ങൾ പറ. ഞങ്ങൾ ഇന്നാൾ കാഫറാണോ മുശ്രിക്കാണോ പറ എന്നിങ്ങനെ ധൃതി പലർക്കും കാണാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയെ കുറിച്ച് കാഫറാക്കാൻ ചില സ്റ്റെപ്പുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണ് ഇഖാമത്തുൽ ഹുജ്ജ, അഥവാ തെളിവ് അയാൾക്കെതിരിൽ സ്ഥാപിക്കപ്പെടണം. ഇവൻ ഈ ചെയ്തിട്ടുള്ള കാര്യം ശിർക്കാണ്, കുഫറാണ് എന്നത് ഖുർആനിലും സുന്നത്തിലും അങ്ങനെയാണ്. ഈ കാര്യം ശിർക്കാണ്, കുഫറാണ്, ഇതാണ് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത് എന്ന് അവന് അറിവ് വന്നെത്തിയിട്ടുണ്ടായിരിക്കണം. ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന അറിവ് അവന് വന്നു കെട്ടിയിട്ടുണ്ടായിരിക്കണം. ഇത് ഒന്നാമത്തെ നിബന്ധനയാണ്. ഇത് വന്നു കിട്ടാത്ത ആളുകളെ തഈൻ ചെയ്ത് പേരെടുത്തു പറഞ്ഞ് കാഫറാക്കുക പാടുള്ളതല്ല. അപ്പൊ ഇതിന് വിപരീതമായ കാര്യം എന്തായിരിക്കും? തെളിവ് വന്നു കിട്ടാതിരിക്കുക. ഒരാൾക്ക് ആ തെളിവ് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾ അത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അറിയുകയില്ല, വിവരമില്ലായ്മയുണ്ട്, ജഹലുണ്ട്. പ്രത്യേകിച്ച് നോക്കൂ, അനറബികളായ ആളുകൾക്കിത് ധാരാളമായി സംഭവിച്ചേക്കാം. പരിശുദ്ധ ഖുർആൻ അവന് ഓതാൻ അറിയാം, പക്ഷേ അതിൽ ഒരു ആയത്തിന്റെ പോലും അർത്ഥം അവൻ അറിയില്ല. അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്, അർത്ഥമറിയാത്ത ആളുകൾ. ഈ കാര്യം കൊണ്ട് ഇത് സംഭവിച്ചേക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പടിയാണ് ഇസാലത്തു ശുബ്ഹ, അവന്റെ ശുബ്ഹത്ത് നീക്കി കൊടുക്കണമെന്നത്. അഥവാ പല രൂപത്തിലുള്ള തെറ്റിദ്ധാരണ. അള്ളാഹുവും റസൂലും ഇതാ കൽപ്പിച്ചത് ഇങ്ങനെയാണ്, ഈ ശിർക്കാണ് അള്ളാഹു റസൂലും കൽപ്പിച്ചത്, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടാനാണ് അള്ളാഹുവും റസൂലും കൽപ്പിച്ചത് എന്നത് അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന രൂപത്തിലുള്ള ശുബ്ഹത്തുകൾ അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവൻ മുആനിദ എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതല്ല ഈ പറയുന്നത്, മറിച്ച് അത് അവന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ, തെളിവ് സ്ഥാപിക്കപ്പെടണം. അതുപോലെ അവന്റെ ശുബ്ഹത്ത് നീക്കി കൊടുക്കണം. ഇനി ഇത് രണ്ടും നടന്നാലും ശരി, ഒരാളെ പേരെടുത്തവൻ കാഫറാണ് എന്നത് പരസ്യമായി പ്രഖ്യാപിക്കണമെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ടായി എങ്കിലേ അത് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഒരാളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലായി, അയാൾ ഈ രൂപത്തിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, അവൻ എല്ലാ തെളിവും വന്നു കിട്ടിയിട്ടുണ്ട്, അറബി അറിയാം, ഒക്കെ അറിയാം, എങ്കിൽ നാളെ സ്റ്റേജ് കെട്ടി ഇതാ ഇന്നയാൾ കാഫറാകുന്നു എന്ന് പറയുന്നതിൽ പലപ്പോഴും മസ്ലഹത്ത് യാതൊന്നും ഉണ്ടാവുകയില്ല, ഒരു ഖൈറും ഉണ്ടാവുകയില്ല, ഷർറായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന്, തൗഹീദിന്റെ പാഠങ്ങളിൽ നിന്ന്, ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ, ഹക്കിന്റെ ആളുകളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാനായിരിക്കും അത് കാരണമാവും. മറിച്ചൊരാളെ പേരെടുത്തു പറഞ്ഞ് കാഫിർ ആക്കണമെങ്കിൽ, അഥവാ കാഫിറാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അതിനുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അതേസമയം ഒരാൾക്ക് മനസ്സിലായി ഇന്നയാൾ ഇന്ന രൂപത്തിലാണ് എങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് നിലപാടെടുക്കുന്നതിൽ യാതൊരു തകരാറുമില്ല.
അപ്പൊ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് തെളിവ് സ്ഥാപിക്കപ്പെടണം, ശുബഹത്ത് നീക്കണം, ഇതെല്ലാം എല്ലാ നാട്ടിലും ഒരുപോലെ ആകണമെന്നില്ല, എല്ലാ കാലത്തും ഒരുപോലെ ആകണമെന്നില്ല. ഉദാഹരണത്തിന് നോക്കൂ, സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ ജീവിക്കുന്ന ഒരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അതേസമയം അറബി ഭാഷയോ തൗഹീദിന്റെ പാഠങ്ങളോ ഒന്നും പഠിപ്പിക്കപ്പെടാത്ത ഇരുൾ മൂടിയ ഒരു നാട്ടിൽ, തൗഹീദിന്റെ ദഅവത്തൊന്നും എത്താത്ത ഒരു നാട്ടിൽ ഒരാൾ അല്ലാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും, അവിടെ ഈ രണ്ടിടത്തും വ്യക്തികളെ തക്ഫീർ ചെയ്യുന്നിടത്ത് വ്യത്യാസം വരും. ഞാൻ പറഞ്ഞതൊക്കെ ഏത് തക്ഫീറിനാണ്? തക്ഫീറും ബിൽ മുഅയ്യൻ, അഥവാ ഇന്നയാളെ പേരെടുത്ത് തക്ഫീർ ചെയ്യുക എന്ന കാര്യമാണ്. അതല്ലാതെ നമുക്ക് ഏത് നാട്ടിൽ എവിടെയും പറയാമെന്ന് അല്ലാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കാഫറാണ്, മുശ്രിക്കാണെന്ന് എവിടെയും പറയാം. അതേസമയം വ്യക്തിപരമായി ഒരാളെ പേരെടുത്ത് ഇന്നയാൾ കാഫറാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതാകട്ടെ നാടുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കും. ദഅവത്ത് വളരെ നന്നായി നടന്നിട്ടുള്ള, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടുകളും, അതല്ലാതെ ഇതൊന്നും പഠിപ്പിക്കപ്പെടാത്ത നാടുകൾ, ഒന്നും അറിയില്ല, ആളുകൾക്കൊന്നും അറിയില്ല, ആളുകൾ എന്തൊക്കെയോ ദീനാണെന്ന് വിചാരിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നാടുകളിലും ഒരാളെ കാഫറാണെന്ന് പറയുക അതിന് ഒരേപോലെ ഉള്ള മാനദണ്ഡമല്ല സ്വീകരിക്കപ്പെടുക. സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ ഒരാൾ ഇതുപോലെ അംബിയാ ഔലിയാഇനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വാദം പറഞ്ഞാൽ നോക്കൂ, അവനെ പേരെടുത്തു പറഞ്ഞ് തഈൻ ചെയ്ത് കാഫറാക്കാൻ അധികം കാലം വേണ്ടി വരികയില്ല. കാരണം അത്രയും പഠിപ്പിക്കപ്പെട്ട നാട്ടിൽ അവനത് അറിയാഞ്ഞിട്ടല്ല, കാര്യം അറിയാഞ്ഞിട്ടല്ല. എന്നാൽ അതല്ലാത്ത, അതേ സാഹചര്യമല്ലാത്ത നാടുകളിൽ, ഇരുൾ മൂടിയ സ്ഥലങ്ങളിൽ, ദഅവത്ത് എത്താത്ത ഇടങ്ങളിൽ അവിടെയൊക്കെ വ്യത്യാസപ്പെടും. അതുകൊണ്ട് ഇത് ആളുകൾക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ് ഇത് തക്ഫീറുൻ ബിൽ മുഅയ്യൻ, ഇന്ന വ്യക്തിയെ കാഫറാണെന്ന് പറയുക എന്നത്. അതുപോലെ അത് പ്രഖ്യാപിക്കുക എന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിവരമുള്ളവർ ചെയ്യുകയുള്ളൂ. അതല്ലാതെ അവിടെയുള്ളതൊക്കെ കാഫർ, ഇന്നാണ് നമ്മളെ മസ്ജിദ് യഥാർത്ഥമൊക്കെ കാഫർ, ഈ രൂപത്തിൽ വിവരമുള്ള ആളുകൾ പറയുകയില്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. നോക്കൂ, നിങ്ങൾ ഒരു നാട്ടിന്റെ ഭരണാധികാരിയെ കുറിച്ച് നുസൈരി ഷീഈ ആയ ഒരു കാഫറാണ് അയാൾ. ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അയാളെ കുറിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തോട് ഒരു TV പരിപാടിയിൽ, ചോദ്യോത്തര പരിപാടിയിൽ പേരെടുത്തു പറഞ്ഞ് ചോദ്യകർത്താവ് ചോദിക്കാം, എന്ത് ഇന്ന ഭരണാധികാരിയുടെ പേരെടുത്ത് പറഞ്ഞു, ഇയാൾ കാഫറാണോ അല്ലേ എന്ന് ചോദിക്കാം. സുബ്ഹാനല്ലാഹ്, അയാൾ കാഫറാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന് കീഴിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. രാഷ്ട്രീയമായ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഫത്വക്ക് പിന്നാലെ സംഭവിച്ചേക്കാം. അദ്ദേഹത്തോട് ആ ചോദ്യം ഈ രൂപത്തിൽ ലൈവിൽ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉലമ, പണ്ഡിതന്മാർ തക്ഫീർ നടത്തുക ഇത് അഹ്തീജ ഇലൈഹി, അതിനാവശ്യം വന്നാലാ, ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഷെയ്ഖ് മറുപടി അവസാനിപ്പിക്കും. അയാൾ കാഫിറാണ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഞാൻ എന്തിനാണ് ഇത് തെളിവായി പറഞ്ഞത്? അഥവാ ഈ പ്രഖ്യാപനം എല്ലാ സന്ദർഭത്തിലും എന്ത് ചെയ്യുകയില്ല, ഫലം ഉണ്ടാക്കുകയില്ല, ഷർറായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാവും. ഖൈറുകൾ പലതും ചിലപ്പോൾ മുടങ്ങിപ്പോകും. അതിനർത്ഥം പറഞ്ഞ ഒന്നും മിണ്ടില്ല, അതിന്റെ അർത്ഥം അയാൾ മുഅ്മിനാണ് എന്നല്ല, തക്ഫീർ ചെയ്യാത്ത ആൾ മുഅ്മിനാണെന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം. ഇന്നാളെ പറ്റി എന്ത് പറയണം, മറ്റാളെ പറ്റി എന്ത് പറയണം, ഇയാളെ പറ്റി നമ്മൾ എന്ത് പറയണം. പലപ്പോഴും സഹോദരങ്ങളെ, ഇന്ന ആൾ പേരെടുത്ത് നീ കാഫറാക്കിയോ ഇല്ലേ, ഇത് പരലോകത്ത് റബ്ബിനോട് ചോദിക്കാത്ത കാര്യമാണ്. നീ ആരെയൊക്കെ കാഫറാക്കി, ഇന്നാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നീ അവൻ കാഫറാണെന്ന് പ്രഖ്യാപിച്ചോ, നീ അവൻ കാഫറാണെന്ന് വിശ്വസിച്ചോ, അള്ളാഹു നിന്നോട് ചോദിക്കാത്ത കാര്യമാണ്. കാരണം നിനക്ക് അയാളുടെ ഹഖീഖത്തുൽ ഹാൽ, അയാളുടെ യഥാർത്ഥ അവസ്ഥ അറിയാതിരുന്നേക്കാം. നീ വേണ്ടാത്തത് പറഞ്ഞാലാണ് നീ പരലോകത്ത് പിടിക്കപ്പെടുക. കാരണം നീ പറഞ്ഞ വാക്കിന്റെ പേരിൽ നീ ഉത്തരവാദിയായിരിക്കും.
അതുകൊണ്ട് നമ്മുടെ ദീനിൽ ബാധിക്കാത്തൊരു കാര്യം അതാണ് പലപ്പോഴും തയ്യം ചെയ്ത് വ്യക്തിപരമായി ഇന്ന ആളുകൾ കാഫറാക്കുന്ന കാര്യം പലപ്പോഴും നമ്മുടെ ദീനിനെ ബാധിക്കാത്ത കാര്യമാണ്. അത് നമ്മൾ അതിന്റെ പാട്ടിൽ വിട്ടേക്കുക. ശരിയാണ്, നമുക്ക് ഒരാളെ കുറിച്ച് അറിയാം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഖുർആൻ അറിയാം, അതിന്റെ അർത്ഥം അറിയാം, കിതാബൊക്കെ ഓതിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരാളറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളുമായി നിലപാട് സ്വീകരിക്കാം. അയാൾ പിന്നെ നിസ്കരിക്കേണ്ടതില്ല, അയാൾ അർത്ഥം തിന്നേണ്ടതില്ല, അയാളോട് സലാം പറയേണ്ടതില്ല, മടക്കേണ്ടതില്ല. നീ അങ്ങനെ നിലപാട് സ്വീകരിച്ച ഒരു കുഴപ്പവുമില്ല. കാരണം നീ അറിഞ്ഞ കാര്യത്തിന്റെ പേരിലാണ് നീ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നീ റോട്ടിലിറങ്ങിയിട്ട് അയാൾ ഗാഫറാകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന്റെ പേരിൽ ബാധ്യതയുമില്ല. അതേസമയം അറിഞ്ഞതിനനുസരിച്ച് നീ നിലപാട് സ്വീകരിച്ചാൽ യാതൊരു കുറ്റവുമില്ല, ഒരു കുഴപ്പവുമില്ല. എന്നല്ല അങ്ങനെ വ്യക്തമായി ബോധ്യമായവന്റെ പിന്നിൽ പോയി നിസ്കരിക്കരുത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അത് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, മറിച്ച് കിതാബ് ഓതിയിട്ടുണ്ട്, സകലതും അറിയാം, ഖുർആനിന്റെ അർത്ഥം അവൻ അറിയാം എന്നല്ല. സുബ്ഹാനല്ലാഹ്, ഇവരിൽപ്പെട്ട ചില ആളുകൾ തൗഹീദിന്റെ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകം ഉയർത്തിക്കാട്ടി ഇതാ സലഫികളുടെ നേതാവ് ഇബ്നു ബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനാണ്. അവരാണോ തെളിവെത്താത്തത്? അല്ല, അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ പോയി നിസ്കരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങൾ, കാര്യങ്ങൾ വ്യക്തമായി വേർതിരിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. ഒരാൾ വ്യക്തിപരമായി അങ്ങനെ നിലപാട് അയാൾ മനസ്സിലാക്കിയതനുസരിച്ച് സ്വീകരിച്ചാൽ അതിന് കുഴപ്പമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ കാഫറാണെന്ന് വ്യക്തമാക്കിയവരെ കാഫറാക്കാതിരിക്കുക തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫറാണെന്ന് പറഞ്ഞവരെ കാഫറാക്കാതിരിക്കുക തെറ്റാണ്, മുത്ലഖായി. അതേസമയം നോക്കൂ നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ തഈൻ ചെയ്ത് വ്യക്തിപരമായി കാഫറാക്കുന്നതിൽ ഇന്ന സ്റ്റെപ്പുകൾ പാലിക്കണം എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. അതല്ലാതെ അപ്പുറത്തെ തോമസ് കുട്ടി കാഫറാണോ അല്ലേ എന്നുള്ളതിൽ എന്ത് ചെയ്യണ്ട, സംശയിക്കണ്ട. തഈൻ ചെയ്ത് കാഫർ തന്നെയാണ്. കാരണം അവൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നില്ല, കാഫറാണ്. അതുകൊണ്ട് അവൻ മരിച്ചാൽ നമ്മളെ മസ്ജിദിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കാത്തത്, നമ്മുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഖബറെടുക്കാത്തത്, അവന്റെ സെമിത്തേരിയിൽ അവനെ ഖബറെടുക്കുക. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? ദുനിയാവിൽ നമ്മൾ ഒരാൾ എങ്ങനെ കണ്ടോ അതിനനുസരിച്ച് അവനോട് നിലപാട് സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് തഈൻ ചെയ്ത് കാഫറാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, അതിന് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. ഇനി സഹോദരങ്ങളെ, ചില ആളുകൾ ഇത് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കും. എങ്ങനെ? നമുക്കെന്താണെന്ന് അവസ്ഥയെന്നറിയാത്ത ധാരാളം മുസ്ലിമീങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. സാധാരണ ഏതെങ്കിലും ഒരു സംഘടനയിൽ പെടുന്നവനോ ഒന്നുമല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ പേരിന് ഏതെങ്കിലും സംഘടനയിലെ മെമ്പറോ മറ്റോ ആയിരിക്കും. സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അവരെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. നമുക്ക് അവനെ സംബന്ധിച്ചിടത്തോളം എന്തറിയില്ല, അവന് ശിർക്കുണ്ടോ കുഫറുണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മളൊരാൾ നമ്മുടെ മുന്നിലൂടെ വരുന്നു, ഇസ്ലാമിന്റെ അടയാളങ്ങളാണ് അയാൾക്കുള്ളത്, അസ്സലാമു അലൈക്കും, അയാളോട് സലാം പറയാം, അയാൾ സലാം പറഞ്ഞാൽ മടക്കാം. അയാൾ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു, അല്ലെങ്കിൽ അയാളുടെ ഹോട്ടലിൽ നമ്മൾ പോയി, അവിടെ വിളമ്പുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അയാൾ മസ്തൂറുൽ ഹാൽ, അയാളുടെ അവസ്ഥ നമുക്ക് അറിയില്ല. ലാഹിർ അയാൾ മുസ്ലിമാണ്, പുറമേക്കാൾ മുസ്ലിമാണ്. നമുക്ക് അയാളോട് ഇസ്ലാമിന്റെ നിലപാട്, മുസ്ലിമീങ്ങളുടെ നിലപാട് സ്വീകരിച്ചാൽ മതിയാവും. ഒരു കുഴപ്പവും അതിലില്ല. അതല്ലാതെ നമ്മൾ അങ്ങനെ നമുക്ക് അവസ്ഥ എന്താണെന്ന് അറിയാം. നമ്മുടെ മസ്ജിദിലേക്ക്, ഒരു നാട്ടിലെ ഒരു തൗഹീദിന്റെ ആളുകൾ നിർമ്മിച്ച മസ്ജിദിലേക്ക്, ഷിർക്ക് ഖുറാഫാത്തുകൾ നടക്കുന്ന മസ്ജിദിലേക്ക് പോകാതെ നമ്മുടെ മസ്ജിദിലേക്ക് വരുന്ന ആളോട് മാത്രമേ നമ്മൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ നിലപാട് സ്വീകരിക്കുന്നതാണോ? അല്ല. മറിച്ച് ബാക്കിയുള്ള മുസ്ലിമീങ്ങളോട് നമ്മൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ നിലപാടാണ് സ്വീകരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരാളെ കണ്ടു, അയാളോട് സലാം പറയുന്നതിന് മുമ്പ് അയാൾ ഇന്റർവ്യൂ നടത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ മൗലൂദ് ചൊല്ലാറുണ്ടോ? അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണോ ചൊല്ലുന്നത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇസ്തിഗാസയിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് നമ്മളോട് സലാം പറയേണ്ടത് അയാളോട്? അല്ല. അയാൾ അർത്ഥ ഭക്ഷണം കഴിക്കേണ്ടത് അല്ല. അയാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ മസ്തൂറുൽ ഹാൽ, അയാൾ അവസ്ഥ നമുക്കറിയില്ല. ബാഹിറൻ അയാൾ എന്താണോ ഇസ്ലാമാണ്, ആ നിലപാടാണ് നമ്മൾ അയാളോട് സ്വീകരിക്കേണ്ടത്. നോക്കൂ, ഇങ്ങനെ ഒരു റാഹത്തുള്ള ദീനാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച ദീൻ ഇതാണ്. ഇത് വേർതിരിച്ചറിയാതെ ചില ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കാണാം.
ഈയിടെ ഒരാൾ ചാനലിൽ കയറിയെന്ന്, അയാൾ മുസ്ലിമും കൂടിയല്ല, ഇസ്ലാമിനെ കുറിച്ച് വലിയ പഠിച്ച ആളാന്നുള്ള രൂപത്തിലാണ് വന്നിരിക്കുന്നത്, ഒരു ചുക്കും അറിയില്ല. എന്നിട്ട് പറയാണ്, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഫൗസാൻ, ഇവരെയൊക്കെ ഫത്വകൾ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സമസ്തക്കാർ മുഴുവൻ കാഫറുകളാണ്. ആരാണ് ഇയാളോട് പറഞ്ഞത്? അങ്ങനെ ആരാണ് പറഞ്ഞത്? അവരൊക്കെ പറഞ്ഞത് ഈ രൂപത്തിനാണ്. ഞാൻ ഈ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കാഫറാണ്, മുശ്രിക്കാണ് എന്നാണ് ഈ പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് കേവലം ഒരാൾ നിസ്ബത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരാൾ നാട്ടിൽ 10 രൂപന്റെ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കാൻ വന്നു, മെമ്പർഷിപ്പ് എടുത്തു, അവനൊക്കെ കണക്കിൽ സമസ്തക്കാരനാണ്, അവരൊക്കെ കാഫറാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അതല്ല, ചില ആളുകൾ അവരെ കുറിച്ച് അറിയുന്ന ചില ആളുകൾ പറഞ്ഞിരിക്കും, അതിൽ നേതൃസ്ഥാനത്ത് വരെ എത്തിപ്പെട്ട പലരും ആ സംഘടനയുടെ വിശ്വാസങ്ങൾ പുലർത്താത്തവരാണ്. ചിലർ അത് പരസ്യമായി പറയുന്ന, അത് പുലർത്തുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. എന്നാൽ ചിലപ്പോ മറ്റെന്തിന്റെങ്കിലും ഒക്കെ പേരിൽ ഏതെങ്കിലും സംഘടനയുടെ തലപ്പത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾ ചിലപ്പോ ആ വിശ്വാസക്കാരനായിരിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ ആളുകൾക്ക് സ്വഭാവമുണ്ട്. നാട്ടുകാരൊക്കെ അതിൽ ചേർന്നു, ഞാനും ചേർന്നു, എന്റെ കൂട്ടുകാരൊക്കെ അതിൽ ചേർന്നു, ഞാനും ചേർന്നു, എന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് ആ സംഘടന, അതുകൊണ്ട് ഞാനും അതിൽ ചേർന്നു. ഈ രൂപത്തിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ? ഇവരൊക്കെ കാടടിച്ച് തക്ഫീർ ചെയ്യാൻ സലഫി ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല സഹോദരൻ. ഇവരൊക്കെ വിളിച്ചു പറയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് ഈ രൂപത്തിനാണ്. നമുക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അങ്ങനെ അല്ലാത്ത എത്ര ആളുകളുണ്ട്. എത്ര സാധാരണക്കാരോട് പോട്ടെ, ചില ഭാഗത്തൊക്കെയുള്ള മസ്ജിദുകളിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന, ഇടയ്ക്ക് ഇമാമത്ത് നിൽക്കും, അതാം വിളിക്കും, അങ്ങനെയൊക്കെയുള്ള എത്ര ആളുകൾ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, നമ്മൾ അള്ളാഹിനോട് മാത്രമേ തേടാറുള്ളൂ. അതേസമയം അവൻ ചിലപ്പോൾ അവിടെ റബീഉൽ അവ്വലിന് മൗലിദിന്റെ സദസ്സ് നടക്കും, ചിലപ്പോൾ അവിടെ പോയി ഇരുന്നേക്കും. അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വാസമുള്ളവൻ വരെ എന്തിനു വേണ്ടി? ചിലപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി. ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ കാടടച്ച് തക്ഫീർ ചെയ്യുക എന്നതല്ല സലഫി ഉലമാ പഠിപ്പിച്ചിട്ടുള്ളത്. തക്ഫീർ അതിന്റെ യഥാർത്ഥ തോതിലും യഥാർത്ഥ രൂപത്തിലും മനസ്സിലാക്കുക. ഒരു സംശയത്തിനും അല്ലെങ്കിൽ ഒരു കെട്ടുകുടുക്കിനും ഇടയില്ലാത്ത വളരെ വ്യക്തമായ വിഷയമാണ്. മനസ്സിലാകാത്തവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മനസ്സിലാക്കി തരാം, നന്നായി ആത്മാർത്ഥമായി പഠിക്കുക, അപ്പൊ മനസ്സിലാകും. അപ്പൊ നോക്കൂ, ഈ രൂപത്തിൽ ആണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. തക്ഫീർ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട മസലയാണ്. ഇതിന്റെ തൊട്ടുടനെ ഈ തക്ഫീറിൽ അതിരുവിട്ട ഒരു വിഭാഗത്തെ അഥവാ ഖവാരിജുകളെ കുറിച്ച് ഷേഖ് ഇവിടെ പറയുകയാണ് അടുത്ത വരികളിലൂടെ. എന്താണത്? വലാ തഅ്തഖിദ് റഅയൽ ഖവാരിജി, നീ ഖവാരിജുകളുടെ വാദം അത് വിശ്വസിച്ചു പോകരുത്. ഇന്നഹു മഖാലുൻ ലിമൻ യഹ്വാഹു യുർദി വയഫ്ദഹു, ആരാണോ അവരുടെ വാദം അതിഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലുന്നത് അവൻ നശിക്കുന്നതാണ്, അവൻ പരാജയപ്പെട്ടു പോകുന്നതാണ്. ആരാണ് ഖവാരിജുകൾ? ഖവാരിജുകൾ എന്നാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടായ കാലത്ത്, സഹാബിമാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കാലത്ത് അവരിൽ നിന്ന് വേറിട്ടുപോയ ഒരു വിഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഫുർഖത്ത് ഉണ്ടായപ്പോൾ പുറത്തുപോയൊരു മാരിഖത്ത്, പുറത്തേക്ക് പോയൊരു കക്ഷിയാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ, അലിയെ, മുആവിയെ റളിയല്ലാഹു അൻഹുമ, അവരൊക്കെ കാഫിറുകളാണ് എന്ന് വിളിക്കുകയുണ്ടായി. അവരുടെ പ്രധാനപ്പെട്ട വാദമാണ് വൻ പാപങ്ങൾ ചെയ്താൽ ഒരാൾ കാഫിറാകും, ഒരാൾ നരകത്തിൽ ശാശ്വതനാകുമെന്നത്. മുഅ്തസിലത്ത് എന്ന കക്ഷി ഈ ഖവാരിജുകളുടെ വാദം സ്വീകരിച്ചു. പക്ഷെ അവർ പറഞ്ഞു വൻ പാപങ്ങൾ ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്, പക്ഷെ അവൻ കാഫിറല്ല, മുസ്ലിമുമല്ല. അവർ പറഞ്ഞു മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈൻ, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഒരു വിഭാഗം, രണ്ട് സ്ഥാനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം, മുസ്ലിമുമല്ല കാഫിറുമല്ല. പക്ഷെ ഈ രണ്ടു കൂട്ടരും മുഅ്തസിലത്തും ഖവാരിജുകളും യോജിക്കുന്നു ഏത് വിഷയത്തിൽ? ഇവരൊക്കെ നരകത്തിൽ ശാശ്വതനാണ്. വൻ പാപം ചെയ്ത ഒരു മുസ്ലിം നരകത്തിൽ ശാശ്വതനാണ്, ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് രണ്ടു കൂട്ടരും പറയുന്നു. ഖവാരിജുകളും പറയുന്നു, മുഅ്തസിലത്തും പറയുന്നു. എന്താണ് പിന്നെ വ്യത്യാസമുള്ളത്? ഖവാരിജുകൾ പറയുന്നു അവർ കാഫിറാണ്, മുഅ്തസിലത്ത് പറയുന്നു അല്ല, അവർ മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ, രണ്ടിനും ഇടയിലാണ്. പക്ഷെ രണ്ടു കൂട്ടരുടെയും വാദം ഇസ്ലാമിന് യോജിക്കാത്ത പിഴച്ച വാദമാണ്.
ഈ ഖവാരിജികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഷർറുൽ ഖൽഖി വൽ ഖലീഖ, ഷർറുൽ ഖൽഖി വൽ ഖലീഖ, പടപ്പുകളിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളാണ് എന്നാണ്. ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ അഖ്തുലന്നഹും ഖത്ല ആദ്, ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ കൊലപ്പെടുത്തുമായിരുന്നു. അവരോട് യുദ്ധം ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബിമാരിൽ ആ പ്രതിഫലം ലഭിച്ചത് അലി ഇബ്നു അബി ത്വാലിബിനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നെഹ്റുവാനിൽ ഖവാരിജികളോട് യുദ്ധം ചെയ്യുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഖവാരിജികൾ അവരവസാനിച്ചിട്ടില്ല, അവർ ഉണ്ടാകും. ബിദ്അത്തുകൾ പൊതുവെ ദുനിയാവിൽ ഉദിച്ചാൽ അത് അസ്തമിച്ചു പോവുക, പറ്റി അസ്തമിച്ചു പോവുക വളരെ കുറവാണ്. ബിദ്അത്തുകൾ അങ്ങനെയാണ്. ബിദ്അത്തുകൾ അത് മുളച്ചു പൊങ്ങിയിട്ടുണ്ട് എങ്കിൽ തീരെ ദുനിയാവിൽ ഇല്ലാതായി പോവുക വളരെ കുറവാണ്. പിന്നെയും വരും, പിന്നെയും വരും. ഖവാരിജികൾ ഏത് കാലത്തും വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് കാണാം, കുല്ലമാ ളഹറ ഖർനുൻ ഖുതഅ, എപ്പോൾ അവർ പ്രത്യക്ഷപ്പെട്ടാലും മുറിച്ചു മാറ്റപ്പെടും. ആരവരെ മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞില്ല, മുറിച്ചു മാറ്റപ്പെടും. ആരെങ്കിലും ഒക്കെ കയ്യാൽ. ഇത് നോക്കൂ, ഏത് കാലത്ത് നമുക്ക് കാണാം. ആധുനിക കാലത്ത് ദാഇശ് എന്നറിയപ്പെട്ട, IS എന്ന് പറയപ്പെട്ട കക്ഷിയെ നോക്കൂ എങ്ങനെയാണ് വന്നത്. കാടിളക്കിയിട്ടാണ് വന്നത്. അവിടെ നമ്മൾ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞത്. ലോകത്ത് സുബ്ഹാനല്ലാഹ് ഗൂഢാലോചന എന്ന് നമ്മൾ സംശയിക്കേണ്ട രൂപത്തിൽ കുഫാറുകളുടെ മീഡിയ, ഇംഗ്ലീഷിലുള്ള യൂറോപ്യൻ നടത്തുന്ന മീഡിയയാണ് അവരെ അങ്ങേറ്റം ആ നാടുകളിൽ ചെല്ലി. എങ്ങനെയാണ് ഈ ഖൗമിന് അവിടെ പ്രവേശിക്കാൻ അവസരം ലഭിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം മുസ്ലിമീങ്ങൾ ആരെങ്കിലും അവിടെ പോയി ഇതുപോലത്തെ വീഡിയോ എടുത്തു വന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ ഖൗം സ്വതന്ത്രരായി അവിടെ പോകുന്നു, അവരെ കോടതി അത് വീഡിയോ എടുക്കുന്നു, അവരെ യുദ്ധങ്ങൾ വീഡിയോ എടുക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ഇംഗ്ലീഷിലാണ് പ്രചരിപ്പിക്കുന്നത്. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ലോകത്തെല്ലായിടത്തുള്ള ആളുകൾ കാണും, കേൾക്കും. അങ്ങനെ മുസ്ലിമീങ്ങളായ അറിവില്ലാത്ത, അറബി ഭാഷ പോലും അറിയാത്ത, ദീനിനോട് എന്നാൽ കൂറുള്ള, ആവേശമുള്ള പലരും ഇത് കണ്ട് സുബ്ഹാനല്ലാഹ്, കണ്ടോ ഇസ്ലാമിക ഭരണം ഇവിടെ വന്നിരിക്കുന്നു, ഇസ്ലാമിക ശിക്ഷകൾ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. എന്താ കയ്യിലുള്ളത്? കുറെ തോക്ക് കയ്യിലുണ്ട്. എന്നിട്ട് പറയാം ലോകം ഇനി നമ്മൾ ഖിലാഫത്ത് ഇതാ തിരിച്ചു വന്നിരിക്കും, നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. കോടതിയിലെ ജഡ്ജിമാരിതാ, ഖാദിമാരിതാ. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്ത ആളുകൾ നോക്കൂ. ഖവാരിജികൾ, അവരിൽ അറിവുള്ള ആളുകൾ തീരെ ഉണ്ടാവുകയില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി സംസാരിക്കാൻ പോയപ്പോൾ അവരുമായുള്ള സംഭാഷണത്തിനിടയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നാണ് വരുന്നത്, അവരിൽ ഒരാളെപ്പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കാണുന്നില്ല, ഒരാളെപ്പോലും, അറിവുള്ള ഒരാൾ പോലും അതിൽ കാണുകയില്ല. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്, ജോർദാനിലോ മറ്റോ ഉള്ള ഏതോ ഒരു മസ്ജിദിൽ അദാൻ കൊടുക്കുന്ന, ബാങ്ക് കൊടുക്കുന്ന ഒരാൾ ഇതിൽ ചേർന്നത്ര, IS-ൽ ചേർന്നത്ര. അപ്പൊ അയാളെ അവർ ഒരു വലിയ, അവരുടെ കീഴിലുണ്ടായിരുന്ന വലിയ പ്രവിശ്യയുടെ ഖാദി ഖുദാത്താക്കി മാറ്റി. ഖാദിമാരെ ഖാദി ആരാ? ഒരു മസ്ജിദിൽ അദാൻ വിളിച്ചിരുന്ന ഒരു ആൾ. അത്രയും വലിയ മുതലിനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൽമിയായ നിലവാരം നോക്കിയാൽ അത്രയും അറിവുള്ള ഒരാൾ വേറൊരാൾ അവരുടെ കൂട്ടത്തിലില്ല. അയാളെ വലിയ പ്രവിശ്യയുടെ ഖാദിമാരുടെ ഖാദിയാക്കിയെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നോക്കി ഇത് കണ്ട്, ഈ പുറം കാഴ്ചകൾ കണ്ട് എത്ര ആളുകളാണ് വഞ്ചിതരായത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ രാജ്യത്തൊന്നാകെ 100-ൽ താഴെ ആളുകളെ അതിൽ പോയിട്ടുള്ള എന്നാണ് കണക്ക്. പക്ഷെ അതുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടവർ എത്ര ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. എത്ര നാടുകളിലെ അഹ്ലുസുന്ന സലഫികൾ ഇതിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെട്ടു. ഭരണകൂടങ്ങൾ അവരെ വേട്ടയാടി, പോലീസുകാർ പിന്നാലെ നടന്നു. ഒക്കെ ഈ ഖൗമിന്റെ ഉപദ്രവം കൊണ്ടാണ്. എന്താണ്? പുറമേക്ക് സലഫികളാണെന്നാണ് അഭിനയിക്കുന്നത്. പണ്ട് നമ്മൾ ഉസ്താദ് പറഞ്ഞതുപോലെ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. നല്ല കമ്പനിക്കല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ചപ്പടാച്ചി കമ്പനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. അതുപോലെ സലഫികൾ, അഹ്ലുസുന്ന, അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവരുണ്ടാക്കിയത്. സലഫികളാണ് നമുക്ക്, സലഫികളുടെ രൂപമാണ്. താടി വളർത്തിയിട്ടുണ്ട്, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഉള്ളിലുള്ളത് ഈ ഖവാരിജികളുടെ വാദമാണ്. അതുകൊണ്ട് നോക്കൂ, സയ്യിദ് ഖുതുബ് അവരുടെ ആശയ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അവർക്ക് ഭരണമുണ്ടായ നാടുകളിൽ ഖുർആനിന്റെ ആയത്തുകൾ എഴുതിയിട്ട് താഴെ ഇക്കണ്ട തഫ്സീറൊക്കെ ദുനിയാവിൽ ഉണ്ടായിട്ട് താഴെ തഫ്സീറായി എഴുതുകയാണ്. ഖാല സയ്യിദ് ഖുതുബ് റഹിമഹുല്ലാഹ്, സയ്യിദ് ഖുതുബിന്റെ തഫ്സീർ. കാരണം ഇവരുടെ ഇമാം അയാളാ.
അവരുടെ ഇമാം ഉസാമ ലാദനാണ്, ഉസാമ ഇബ്നു ലാദനാണ്. ഉസാമ ബിൻ ലാദനാണ് അവരുടെ നേതാവ്, ഇമാമാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അൽഹംദുലില്ലാഹ് ആ മഹാനായ ഇമാമിന്റെ ദീർഘവീക്ഷണം എന്നോണം പേരെടുത്ത് ഞാനിത് ഉസാമ ഇബ്നു ലാദൻ ഉപദേശിക്കുന്നു, ഈ തെറ്റായ വാദത്തിൽ നിന്ന്, ഈ പിഴച്ച വാദത്തിൽ നിന്ന് തൗബ ചെയ്ത് ഇസ്ലാം യഥാർത്ഥ ദീനിലേക്ക് മടങ്ങണം. ഇത് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ പ്രസംഗം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഉസാമ ആരാണ്? മലിക് ഇപ്പോഴുള്ള സൗദി ഭരണാധികാരിയുടെ പിതാവ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ സലഫി തൗഹീദി ഭരണകൂടം സ്ഥാപിച്ച അദ്ദേഹത്തെ പോലും കാഫറാണെന്ന് വിളിച്ചവനാണ് ആര്? ഉസാമ ബിൻ ലാദൻ. അത്രയും ഒരു ബലാലത്തിന്റെ ഇമാമാണ് അയാൾ. ഇവരുടെ ഒക്കെ ഇമാമാണ്, ഇവരൊക്കെ ബഹുമാനിക്കുന്ന ഇവരുടെ ഇമാമാണ് ഉസാമ ബിൻ ലാദൻ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു, ഇതാ യഥാർത്ഥ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നോക്കൂ, അറബ് നാടുകളിൽ നിന്ന് അല്ല, ധാരാളം അനറബി നാടുകളിൽ നിന്നാണ് ചെറുപ്പക്കാർ ഇവരുടെ അരികിലേക്ക് പോയത്. എന്ത് സംഭവിച്ചു? കാണാനുണ്ടോ? കേൾക്കാനുണ്ടോ? വല്ല ശബ്ദവും വല്ല കാഴ്ചയും ഇല്ല. അതങ്ങനെയാണ് ഖവാരിജികൾ. പ്രത്യക്ഷപ്പെടും, മുറിച്ചു മാറ്റപ്പെടും, വീണ്ടും പ്രത്യക്ഷപ്പെടും, മുറിച്ചു മാറ്റപ്പെടും. ഖവാരിജികൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഇതാ ഇനിയും നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും പേരിൽ വേറെ ഏതെങ്കിലും കൂട്ടർ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോഴെല്ലാം അത്തരം പിഴച്ച വാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ പഠിക്കുക എന്നതാണ്. പഠിക്കുക നിങ്ങൾ. കാരണം ഇൽമു ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖോടെ ഖവാരിജികളുടെ വഴിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അതിനുള്ള വലിയ അത്ഭുതകരമായ തെളിവാണ് ഈ അവസാനം വന്ന ഈ വിഭാഗം, ദാഇശ് എന്ന് പറയുന്ന വിഭാഗം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ ഖലീഫയായി അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ആൾ ഇറാഖിലെ ഏതോ മസ്ജിദിൽ, ആ മസ്ജിദിലെ അന്നത്തെ ഇമാമനൊക്കെ പിടിച്ചു മാറ്റിയിട്ട് ഇയാൾ കയറിയിട്ട് പറഞ്ഞത്ര ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണ്ട് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ പറഞ്ഞ വാക്കാണ് ഉല്ലീതു അലൈക്കും, ഞാനിതാ നിങ്ങൾക്കുമേൽ ഭരണം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, എന്നാൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളൊന്നുമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണ്ട് വിനയം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഖലീഫ കയറിയിട്ട് എന്ത് പറഞ്ഞു? ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം ആ സമയത്ത് സുബ്ഹാനല്ലാഹ് നോക്കണം നിങ്ങൾ, ഈ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങളല്ലാത്തവർ പോലും അവരെ പിന്നെ IS വിമതർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കാലത്ത് ചില നഴ്സുമാർ അവിടെ തടവിലാക്കപ്പെടുകയും അവർ സുരക്ഷിതരായി നാട്ടിൽ തിരിച്ചെത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളല്ലാത്തവർ അവരെ പുകഴ്ത്തി, അവര് വിമതനാണ്, അവര് നോക്കി നമ്മളെ നഴ്സുമാരൊക്കെ എത്ര സുരക്ഷിതരായി ഇവിടെ എത്തിച്ചു. ഇവരുടെ ഭീകര സ്വഭാവമൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളല്ലാത്തവർ നമ്മുടെ നാട്ടിൽ പത്രങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞതാണ്. അന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, അതാണ് ഉലമ, അതാണ് ഇൽമുള്ള ആളുകൾ. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അന്ന് എഴുതി, അത് അവൻ പറഞ്ഞത് ശരിയാണ്. ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളുടെ മേൽ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഖൈറായ ആളൊന്നുമല്ല, അവൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായവനാണ് എന്ന് ഷെയ്ഖ് മറുപടിയായി എഴുതി. അതാണ് ഇന്നൽ ഫിത്നത ഇദാ അഖ്ബലത് അറഫഹ അൽ ആലിം വഇദാ അദ്ബറത് വതവല്ലത് അറഫഹ കുല്ലു ജാഹിൽ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫിത്ന അത് പുറപ്പെട്ടു വരുമ്പോൾ, ഇതുപോലുള്ള ഫിത്നകൾ, കുഴപ്പങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അറഫഹ അൽ ആലിം, ആലിം അത് തിരിച്ചറിയും, പണ്ഡിതന്മാരത് മനസ്സിലാക്കും. വഇദാ അദ്ബറത് വതവല്ലത്, എന്നാൽ ഫിത്ന അത് പെടുത്തേണ്ടവരൊക്കെ പെടുത്തി വീഴേണ്ടവനൊക്കെ അതിൽ വീണു, എന്നിട്ട് അത് പുറംതിരിഞ്ഞ് തിരിച്ചു പോയാൽ അറഫഹ കുല്ലു ജാഹിൽ, എല്ലാ ജാഹിലും അത് മനസ്സിലാക്കും. അപ്പൊ മനസ്സിലാക്കിയിട്ട് കാര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പഠിക്കുക നിങ്ങൾ. അഹ്ലുസുന്നത്തിന്റെ ജാദ്ദത്തിൽ നിൽക്കുന്ന, അവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഏത് കാലത്തും ഉണ്ടാകും. അവരുടെ പിന്നിൽ അണിനിരക്കുക, നമ്മൾ അവരുടെ പിന്നിൽ അണിനിരക്കുന്നത് മദ്ഹബിന്റെ അല്ലെങ്കിൽ സൂഫി തരീഖത്തിന്റെ ആളുകൾ അവരുടെ മശായിഖന്മാരുടെ പിന്നിൽ അണിനിരക്കുന്നത് പോലെയല്ല, മറിച്ച് നമ്മൾ അണിനിരക്കുന്നത് അവരുടെ തെളിവുകൾക്ക് പിന്നിലാണ്. അവർ നമ്മെ പഠിപ്പിക്കുന്നത് അവരെ തഖ്ലീദ് ചെയ്യാനല്ല, മറിച്ച് കിതാബും സുന്നത്തും പിൻപറ്റാനാണ്. അത് നമുക്ക് പറഞ്ഞു തരുന്നവരാണ് അവർ. ഖാല അല്ലാഹു ഖാല റസൂലു എന്നാണ് അവർ പറഞ്ഞു തരുന്നത്, അത് അവരുടെ വാക്കല്ല. അവരുടെ വഴിയിൽ നിൽക്കുക എന്നത് ഇതുപോലുള്ള പിഴച്ച കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഏത് കാലത്തും. അതുപോലെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഖവാരിജികളുടെ ഷർറ് അത് അൽഹംദുലില്ലാ ഇന്ന് പൊതുവെ ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഞാൻ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ജീവിക്കുന്നത്. അള്ളാഹു നമ്മുടെ മരണം വരെ ഇത്തരത്തിലുള്ള ഷർറിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഉപദ്രവം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ അറിയുമോ, സുബ്ഹാനല്ലാഹ്, ചില നാടുകൾ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സ്വതന്ത്രമാക്കപ്പെട്ട പല രാജ്യങ്ങളും മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായ മുസ്ലിമീങ്ങൾ ധാരാളം ജീവിക്കുന്ന പല നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതുപോലെയല്ല, എത്രയോ ആളുകൾ, എത്രയോ ചെറുപ്പക്കാർ ഈ ദാഇഷിലേക്ക് പോയി. എന്നിട്ട് അവരുടെ ഉമ്മമാർ പോകുമ്പോൾ പലരും കുടുംബത്തെയും കൂട്ടിയിട്ടാണ് പോയത്. ആ പെൺകുട്ടികളുടെ ഉമ്മമാർ അവർ എംബസികൾക്ക് മുന്നിൽ അവരുടെ മക്കളെ ഫോട്ടോയും പിടിച്ച് നിൽക്കുകയാണ്. എവിടെ പോയി എന്നറിയില്ല, എന്താണെന്നറിയില്ല. എത്ര ആളുകൾ, സുബ്ഹാനല്ലാഹ്. ഈ ഖൗമ ഈ ഉമ്മത്തിനുണ്ടാക്കി വെച്ച അപകടം ചില്ലറയല്ല, അവരുണ്ടാക്കി വെച്ച ദുരന്തം ചില്ലറയല്ല. അതിന് നേതൃത്വം കൊടുത്ത ദലാലത്തിന്റെ അഇമ്മത്തിന് അല്ലാഹു അതിന് യോജിച്ചതെന്തോ അത് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെ അത്തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ആരെല്ലാം എന്തെല്ലാം ഉപദ്രവിക്കപ്പെട്ടു. ഇവിടെയുള്ള ചില ആളുകൾ അവരവർക്ക് ശത്രുതയുള്ള ആളുകളൊക്കെ ഉപദ്രവിക്കാനും ഇത് വടിയാക്കി പോലീസിനെ എഴുതി കൊടുത്തു. ഇവൻ IS-ന്റെ ആളാണ്, ദാഇഷിന്റെ ആളാണ്. ജനങ്ങൾക്ക് കക്ഷിത്വം മൂത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്തുകൂടാത്തത്? എങ്ങനെയാണ് ഈമാനുള്ള ഒരാൾക്ക്, മുസ്ലിമുകളുടെ നസീഹത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക? തങ്ങളുടെ സഹോദരനെ കുറിച്ച് ഇങ്ങനെ അവനില്ലാത്ത ഒരു വാദം കെട്ടിപ്പറയുക, എന്നിട്ട് പോട്ടെ അവൻ ദ്രോഹിക്കപ്പെടാൻ, അവന്റെ കുടുംബം ഉപദ്രവിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തേ വേണ്ടുള്ളൂ? അവരുടെ സംഘടനക്ക് നല്ല പേരുണ്ടാവണം. നമ്മൾ ഇതിനൊന്നും പെടാത്ത ആളാണ് കേട്ടോ, വളരെ പുരോഗമനവാദികളാണ്, മതേതരവാദികളാണ്. നീ എന്ത് അഭിനയിച്ചിട്ട് എന്ത് കാര്യം? ഈ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നോ നീ ഒക്കെ ശത്രുവിന്റെ കണ്ണിൽ ഒന്നാണ്, നീ ഞാനൊക്കെ ഒന്നാണ്. എന്ത് അഭിനയിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹുൽ തവക്കുലാക്കി സത്യസന്ധതയോടെ നമ്മൾ ജീവിക്കുക. ദീൻ നമ്മളെ എന്ത് പഠിപ്പിച്ചു അതനുസരിച്ചാണ് ഇതുപോലുള്ള ഫിത്നകളെ നമ്മൾ നേരിടേണ്ടത്. അതല്ല നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല. നമുക്ക് ഇഷ്ടമില്ലാത്തവനൊക്കെ തീവ്രവാദിയാക്കുക. നമ്മുടെ ശത്രുവാണെങ്കിൽ കൂടി നമ്മളെങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവൻ ഇല്ലാത്തൊരു വാദം നമ്മൾ പറയാൻ പാടില്ലല്ലോ, ചെയ്യാൻ പാടില്ല. അത് ചെയ്യരുത്, തെറ്റാണ്, കടുത്ത തെറ്റാണ്. നോക്കൂ, ഈ ഖവാരിജുകളെ കുറിച്ചാണ് ഷെയ്ഖ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് നോക്കൂ, അടുത്ത വരിയിൽ പറയുന്നത് വലാ തകു മുർജിയൻ ലഊബൻ ബിദീനിഹി അലാ ഇന്നമൽ മുർജിയു ബിദ്ദീനി യംസഹു. നീ ഒരു മുർജിയാകരുത്, അഥവാ ഇർജാഇന്റെ ആളാകരുത്. ലഊബൻ ബിദീനിഹി, തന്റെ ദീനിനെ കൊണ്ട് കളിക്കുന്നവനാകരുത്. അലാ ഇന്നമൽ മുർജിയു ബിദ്ദീനി യംസഹു. ഒരു മുർജി, ഇർജാഇന്റെ വാദക്കാരൻ ദീൻ കൊണ്ട് കളിക്കുകയാണ്. വഖുൽ ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ അലാ ഖൗലിൻ നബി മുസറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പറയുക ഈമാൻ എന്നാൽ അത് വാക്കാണ്, അതുപോലെ നിയ്യത്താണ്, മനസ്സിലെ ഉദ്ദേശമാണ്, അതുപോലെ പ്രവർത്തനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇത് വ്യക്തമായി വന്നിട്ടുണ്ട്. വയംഖുസു തൗറൻ ബിൽ മആസി വതാറതൻ ബിതാഅതിഹി യൻമി വഫിൽ വസ്നി യർജഹു. അതുപോലെ മഅസിയത്തുകൾ, തിന്മകൾ കൊണ്ട് ഈമാൻ കുറയും, നന്മകൾ കൊണ്ട് ഈമാൻ കൂടും, അതിന്റെ തൂക്കം കൂടും. എന്താണ് ഈ പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കുക, ഖവാരിജുകളുടെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന പിഴച്ച കക്ഷിയാണ് മുർജിഅ, ഇർജാഇന്റെ ആളുകൾ. എന്താണ് ഇർജാ? അർജ എന്നാൽ മാറ്റിവെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മാറ്റിവെക്കുക, അഥവാ അവർ ഈമാനിൽ നിന്ന് അമലിനെ മാറ്റിവെച്ചു. അവർ പറഞ്ഞു ഈമാനിൽ എന്തുൾപ്പെടുകയില്ല? പ്രവർത്തനങ്ങൾ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് അയാൾ എന്തു തിന്മ പ്രവർത്തിച്ചാലും, ഒരാൾ മുസ്ലിമാണോ അവന്റെ ഈമാൻ അതേപോലെ നിൽക്കും. ഒരു പാപിയുടെ, ഒരു മദ്യപാനിയുടെ, ഒരു വൃത്തികേടുകൾ ചെയ്യുന്ന ഒരാളുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനും ഒരുപോലെയാണ്. നസ്അലുല്ലാഹു അൽ ആഫിയ. അവരുടെ വാദമാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനും ഈ തിന്മ ചെയ്യുന്നവന്റെ ഈമാനും ഒരുപോലെയാണ് എന്നാണ് അവരുടെ വാദം. നഊദു ബില്ലാഹ്. അങ്ങേറ്റം ഗുരുതരമായ വാദമാണ്. എന്ന് മാത്രമല്ല, ഈ വാദം ഈ ഉമ്മത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കും വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ പ്രേരണ നൽകുന്ന, സന്തോഷമുണ്ടാക്കുന്ന വാദമാണ്. അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു എന്ത്? ഈമാൻ എന്നാൽ ശരിക്കും മനസ്സിലാക്കുക, ഈമാൻ എന്നാൽ എന്താണ്? ഈമാൻ എന്നാൽ ഖൽബിൽ ഉള്ള വിശ്വാസവും അതുപോലെ നാവ് കൊണ്ടുള്ള സംസാരവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. തസ്ദീഖും ബിൽ ജിനാൻ വഖൗലും ബിൽ ലിസാൻ വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഇതാണ് ഈമാൻ എന്നാൽ. അതുപോലെ യസീദ് വയൻഖുസ്, ഈമാൻ കൂടും കുറയും.
യസീദു ബിത്താഅ വയംഖുസ് ബിൽ മഅസിയ. നന്മകൾ ചെയ്താൽ കൂടും, തിന്മകൾ ചെയ്താൽ കുറയും. അതുപോലെ ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഒരു സഫിൽ നിൽക്കുന്ന രണ്ടുപേർ, അവരിൽ ഒരാളുടെ ഈമാൻ ഉഹുദ് പർവ്വതത്തോളം ഉണ്ടാവും, മറ്റൊരാളുടെ ഈമാൻ വളരെ വളരെ നിസ്സാരമായിരിക്കും. അതുപോലെ ഒരു വ്യക്തിയുടേത് തന്നെ ചില സന്ദർഭത്തിൽ ഈമാൻ കൂടും, ചില സന്ദർഭത്തിൽ ഈമാൻ കുറയും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു എന്താണ് ബാക്കി? സാദത്ഹും ഈമാന. മുഅ്മിനുകൾ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ്. ഈമാൻ കൂടും കുറയും. എന്നാൽ മുർജിഅത്തിന്റെ വാദം അങ്ങനെയല്ല, മറിച്ച് ഈമാൻ ഒരേപോലെയാണ്. നോക്കൂ, യഥാർത്ഥത്തിൽ ഖവാരിജികളും മുർജിഅത്തും രണ്ട് എതിർ ഭാഗത്താണ് എങ്കിലും ഇവർ രണ്ടും യോജിക്കുന്ന ഒരു പോയിന്റ് എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. എന്താണ്? രണ്ടു കൂട്ടരും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. അതായത് ഈമാൻ ഒന്നുകിൽ മുഴുവനായി ഉണ്ടാകണം, അല്ലെങ്കിൽ പറ്റേ പോകണം. അതിലവർ യോജിക്കുന്നുണ്ട്. ഖവാരിജികൾ പറയുന്നു തിന്മകൾ ചെയ്താൽ പോയി, മുഴുവനും പോയി, മുഴുവനും ഇല്ലാതായി. ഇവർ പറയുന്നു അല്ല, തിന്മകൾ ചെയ്താലും എത്ര വലിയ തിന്മകൾ ചെയ്താലും അത് അങ്ങനെ തന്നെ മുഴുവനായും ഉണ്ടാവും. പറ്റ നിഷേധിച്ചാൽ, ഒരാൾ ഇസ്ലാമിന് പുറത്തു പോയാൽ മാത്രമേ ഈമാൻ പോവുകയുള്ളൂ. രണ്ടു കൂട്ടരും ഒന്നുകിൽ മുഴുവനായി ഉണ്ടാവുക, അല്ലെങ്കിൽ പറ്റ ഇല്ലാതായി പോവുക എന്നതിൽ യോജിക്കുന്നു. നോക്കൂ, അഹ്ലുസുന്നത്ത് ഇങ്ങനെയല്ല വാദിക്കുന്നത്. നമ്മൾ പറയുന്നു ഈമാൻ എന്നാൽ അത് ഖൽബിലുള്ള തസ്ദീഖും, അതുപോലെ നാവ് കൊണ്ടുള്ള വാക്കും, അതുപോലെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ, അല്ലെങ്കിൽ ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70-ൽ പരം ശാഖകളാണ്, അല്ലെങ്കിൽ 60-ൽ പരം ശാഖകളാണ്. ഫൗലാഹ അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും മുകളിലുള്ളത് എന്താണ്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതിലേറ്റവും താഴെയുള്ളത് വഴിയിലെ തടസ്സം നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ്. ആദ്യം പറഞ്ഞത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ആ പറച്ചിൽ എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് മാത്രമല്ല, ഖൽബ് കൊണ്ടുകൂടിയുള്ള പറച്ചിലാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക കാര്യം. നാവ് കൊണ്ട് ഖൗലുണ്ട് എന്നതുപോലെ ഖൽബ് കൊണ്ടും എന്തുണ്ട്? ഖൗലുണ്ട്. ഖൽബിന്റെ ഖൗലാണ്, ഹൃദയത്തിന്റെ വാക്കാണ് വിശ്വാസം, സത്യപ്പെടുത്തുക എന്നത് ഹൃദയത്തിന്റെ ഖൗലാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖൂലു ആമന്ന ബില്ലാഹ്, നിങ്ങൾ പറയുക അല്ലാഹു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കേവലം നാവ് കൊണ്ട് പറയാനാണോ? അല്ല. ഖൂലു ബിഖുലൂബികും വൽസിനതികും, നിങ്ങളുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയൂ എന്നാണ്. ഹൃദയത്തിന്റെ ഖൗലാണ് തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്നത്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. ചില ആളുകൾ അവർ പറയുന്നു, എങ്ങനെ? അവർ പറയുന്നു യഖൂലുന ബിഅൽസിനതിഹിം, അവരുടെ നാവ് കൊണ്ട് പറയുന്നു, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത്. അപ്പൊ നോക്കൂ, അങ്ങനെ പറഞ്ഞാൽ അത് പ്രത്യേകം അല്ലാഹു എടുത്തു പറയും. അതല്ലാതെ ഉള്ള ഖൗൽ മുഴുവൻ ഖുർആനിൽ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടുമുള്ള പറച്ചിലാണ്. ആ പറച്ചിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പറയുക. അതുപോലെ വഴിയിൽ നിന്നുള്ള തടസ്സം നീക്കൽ, അത് ശരീരം കൊണ്ടുള്ള പ്രവർത്തനമാണ്. ലജ്ജ എന്നത് ഖൽബിന്റെ പ്രവർത്തനമാണ്. ശ്രദ്ധിക്കുക, ഈ കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ഖൗൽ നമ്മുടെ നാവ് കൊണ്ടുമുണ്ട്, ഹൃദയം കൊണ്ടുമുണ്ട്. അമലോ, പ്രവർത്തനം, അതെന്തുകൊണ്ടാണുള്ളത്? അമൽ അത് അവയവങ്ങൾ കൊണ്ടും ഹൃദയം കൊണ്ടും. ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് എന്ത്? ഹയാ, ലജ്ജ എന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് റജ, പ്രതീക്ഷ. ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് ഖൗഫ്, ഭയം. ഖൗൽ, വാക്ക്, അത് ലിസാൻ കൊണ്ടുണ്ട്, ഹൃദയം കൊണ്ടുണ്ട്. അമലോ, പ്രവർത്തനം, അത് ഹൃദയം കൊണ്ടുണ്ട്. ഖൗഫ്, റജ, ഭയം, പ്രതീക്ഷ, മഹബ്ബ, ഇതെല്ലാം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ പിന്നെ എന്തുകൊണ്ടാണ് അമലുള്ളത്? അവയവങ്ങൾ കൊണ്ട്. അമലുൻ ബിൽ ഖൽബി, അമലുൽ ഖൽബി വൽ ജവാരിഹ്, ഖൗലുൽ ഖൽബി വ ഖൗലുൽ ലിസാൻ. അതുകൊണ്ടാണ് മുൻഗാമികൾ പലപ്പോഴും ഈമാനിനെ എങ്ങനെ വിശദീകരിച്ചത്? ഖൗലുൻ വ അമൽ.
നിങ്ങൾക്ക് ധാരാളം മുൻഗാമികളുടെ വിശദീകരണം കാണാം ഈമാനിനെ കുറിച്ച്. എന്ത് ഖൗലുൻ വ അമൽ, ഖൗലുൻ വ അമൽ, ഈ പറഞ്ഞതാണ് ഉദ്ദേശം. ഖൗൽ എന്നാൽ ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടുമുള്ള ഖൗൽ. അമൽ എന്നാൽ അമലുൽ ഖൽബി വൽ ജവാരിഹ്, ഹൃദയത്തിന്റെ പ്രവർത്തനം, അവയവങ്ങളുടെ പ്രവർത്തനം. മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം ഈമാൻ ഖൗലുൻ വ അമൽ, ഈമാൻ ഖൗലുൻ വ അമൽ, ഖൗലാണ് അതുപോലെ അമലാണ്. ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. ഇതിൽ വഴിപിഴച്ചു പോയ മുർജിഅ അവർ പറയുന്നു, അവരെന്തു പറയുന്നു? അവർ പറയുന്നു ഈമാനിൽ അമൽ പുറത്താണ്. അവരിൽ ചില കൂട്ടർ അവർ പറഞ്ഞു ഈമാൻ എന്നാൽ കേവലം ഹൃദയം കൊണ്ട് അറിഞ്ഞാൽ മാത്രം മതി. ജഹമികൾ അങ്ങനെയാണ് പറയുന്നത്. ജഹമികൾ മുർജികൾ കൂടിയാണ്. ഖൽബ് കൊണ്ട് അറിഞ്ഞാൽ മാത്രം മതി ഒരാൾ മുസ്ലിമായി, ഒരാൾക്ക് ഈമാൻ ലഭിച്ചിരിക്കുന്നു. അവരുടെ വാദപ്രകാരം ഫിറഔൻ ആരാണ്? മുഅ്മിനാണ്. കാരണം ഫിറഔൻ അറിഞ്ഞുകൊണ്ട് സത്യം എന്താണ്. മൂസാ നബി ഫിറഔനോട് പറഞ്ഞ എന്താ? ലഖദ് അലിംത മാ അൻസല ഹഉലായി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഇത് അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവാണ് എന്ന് ഫിറഔൻ നീ അറിഞ്ഞിട്ടുണ്ട്. അവനറിയാം, അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചതാണ്. ഖുർആൻ അല്ലാഹു പറഞ്ഞു വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, അവരതിനെ നിഷേധിച്ചു, എന്നാൽ അവരുടെ ഉള്ളിൽ അവർക്ക് ഉറപ്പുണ്ട് ഇത് ശരിയാണ് എന്ന്. ഈ വാദപ്രകാരം അവർ മുഅ്മിനാണെന്ന് പറയേണ്ടി വരും. ഫിറഔൻ ആകട്ടെ ഏറ്റവും കൊടിയ കാഫിറാണ്. ഫിറഔൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫിറാണ്. ഞാൻ പറഞ്ഞതല്ല, പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. സൂഫികളിലെ ആളുകൾ ഫിറഔൻ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ, നോക്കൂ, ദുനിയാവിൽ ഖബറാരാധകനായ ഒരൊറ്റ ഒരുത്തനുമല്ല അവൻ മുർജിയായിട്ടല്ല. എല്ലാ ഖബറാരാധകനും ആരാണ്? മുർജിയ. ഒരു സംശയങ്ങൾക്ക് അതിൽ വേണം. ഇർജാ അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ. അതുകൊണ്ടാണ് നോക്കൂ, എന്ത് കോപ്രായം ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല, ഖൽബിൽ നമുക്ക് വിശ്വാസമുണ്ട്. സുജൂദ് ചെയ്താലും ഇപ്പൊ കേട്ടില്ലെങ്കിൽ CM മടവൂർ പടച്ചോനാണ് എന്നാണോ നാവുകൊണ്ട് പറയാം. എന്നാലും അവൻ പറയുന്നത് ഇങ്ങനെ വ്യാഖ്യാനമുണ്ട്, ഇങ്ങനെ വ്യാഖ്യാനമുണ്ട്, നാവിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വാസം ഇങ്ങനെയാണ്, അങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും അവൻ. നോക്കൂ എന്താണ്, ഇവരെല്ലാം ഇർജാ ഉള്ളവരാണ്, മുർജിഅത്താണ്. ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട് ഓരോരുത്തരും. മുർജിഅ നിങ്ങൾ എഴുതി വെച്ചത്, അതല്ലാത്തൊരു ഖുബൂരി ഉണ്ടാവുകയില്ല. ഖബർ ആരാധകനായ ഒരാളും മുർജിഅ ആയിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല അശ്അരി മദ്ഹബ്, ഇവർ വിശ്വസിക്കുന്ന അശ്അരി മദ്ഹബ് ഈ ഇർജാ പഠിപ്പിക്കുന്ന മദ്ഹബാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മുസ്ലിം ഉമ്മത്തിൽ തിന്മകൾ, വൃത്തികേടുകൾ, വ്യഭിചാരവും സവർഗരതിയും ഒക്കെ പോലെയുള്ള വൃത്തികേടുകളും തോന്നിവാസങ്ങളും അശ്അരി മദ്ഹബിനോടൊപ്പം ഇർജാ മദ്ഹബിനോടൊപ്പമാണ് ഈ ഉമ്മത്തിൽ വ്യാപിച്ചത്. ഈ ഉമ്മത്തിൽ അത്തരം വൃത്തികേടുകൾ വ്യാപിച്ചത് ഈ മദ്ഹബ് വന്നപ്പോഴാണ്. കാരണം എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഈമാൻ ഉള്ളിലാണ്, ഈമാൻ എന്ത് സംഭവിക്കും, ഈമാൻ അതുപോലെ തന്നെ ഉണ്ടാവും എന്നാണ് ഇവരുടെ വാദം. സുബ്ഹാനല്ലാഹ്, തിന്മകൾ നിന്റെ ഈമാൻ അത് കുറക്കുന്നു, അതിന് വലിയ അപകടമുണ്ടാക്കുന്നു എന്ന കാര്യം വിശ്വസിച്ചാലല്ലാതെ എങ്ങനെയാണ് ഒരാൾ തിന്മകളെ സൂക്ഷിക്കുക? എന്ത് തെറ്റ് ചെയ്താലും ഈമാൻ ഒന്നും സംഭവിക്കില്ല എന്നൊരാൾ വിശ്വസിച്ചാലോ അവൻ തെറ്റുകൾ ചെയ്യുമല്ലോ. ആ പിഴച്ച വിശ്വാസം ഈ ഉമ്മത്തിനെ നശിപ്പിച്ച വിശ്വാസങ്ങളിൽ ഒന്നാണ്. അപ്പൊ അവരിൽ ചിലർ പറഞ്ഞു അറിഞ്ഞാൽ മാത്രം മതി, വേറെ ചിലർ പറഞ്ഞു ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയാൽ മാത്രം മതി, നാവ് കൊണ്ട് പറയണ്ട, അതുപോലെ അമൽ കൊണ്ടൊന്നും ചെയ്യും വേണ്ട. അതും പിഴച്ചവാദമാണ്. അങ്ങനെയാണെങ്കിൽ അബൂ താലിബ് മുസ്ലിമാണെന്ന് പറയേണ്ടി വരും. അയാൾ ഇസ്ലാം പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല. ഇസ്ലാം അയാൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല, കാഫിറായിട്ടാണ് മരിച്ചത്. അതുപോലെ മൂന്നാമത്തെ മറ്റൊരു വിചിത്രമായ വാദമുണ്ട് മുർജിയത്തിന്. എന്താണ്? നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി, ഉള്ളിൽ വിശ്വസിക്കേണ്ട. കറാമികൾ എന്ന് പറയുന്ന മുർജിയത്തിൽ ഒരു വിഭാഗം ആ വാദമുള്ളവരാണ്. നാലാമത്തെ വിഭാഗം അവർ പറയുന്നു ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ച ഇർജാഅ്. എന്താണത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നാവ് കൊണ്ട് പറയാം, പ്രവർത്തനങ്ങൾ ഈമാനിൽ പെടുകയില്ല എന്നാണ് അവർ പറയുന്നത്. പ്രവർത്തനങ്ങൾ ഈമാനിന്റെ പൂർണ്ണത മാത്രം അല്ല, അങ്ങനെയല്ല. സത്യം എന്താണ്? പ്രവർത്തനങ്ങൾ കൂടിയതാണ് ഈമാൻ. ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള സംസാരവും പ്രവർത്തനങ്ങളും, ഇത് മൂന്നും ഈമാനിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. മൂന്നും ഉണ്ടായാലേ ഈമാൻ ആവുകയുള്ളൂ. മൂന്നും ഉണ്ടായാലേ ഈമാൻ ആവുകയുള്ളൂ. അതാണ് അഹ്ലുസ് സുന്നത്തിന്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് സമയം ദീർഘിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.